ശ്രീ ബാസുരേന്ദ്ര ബാബു, ഇങ്ങനെ മൂന്ന് നിറങ്ങൾ, ഈ രാഹുൽ ഈശ്വർ ഈ സൈദ്ധാന്തികത ചമച്ച് BJP-യുടെ കാര്യങ്ങളെ വെള്ളപൂശുകയാണോ, അതോ ഈ മൂന്ന് നിറങ്ങൾ എന്ന് പറയുന്ന അത് ഒരു ഫാക്ച്വൽ എററാണെന്നാണ് എൻ്റെ ഒരു അറിവ് ശരിയാണെങ്കിൽ? അപ്പോൾ ദേശീയ പതാകയിലെ ഇത് മാത്രമല്ല, നോക്കൂ, RSS ഏറ്റവും ഒടുവിൽ പറഞ്ഞത്, രാഹുൽ ഈശ്വർ നേരത്തെ സൂചിപ്പിച്ച മോഹൻ ഭഗവത് തന്നെ പറഞ്ഞതാണ് ഈ അടുത്തിടെ, മുസ്ലിങ്ങൾ അവരുടെ അപ്രമാദിത്വ സ്വഭാവം മാറ്റണം എന്നതടക്കം ഉള്ള സന്ദേശം. ഈ വർഗീയ കലാപങ്ങളുടെ ഘട്ടങ്ങളിലൊക്കെയും ഒരുപക്ഷെ കൂട്ടബലാത്സംഗത്തിനിരയായി ശിക്ഷിക്കപ്പെട്ട പ്രതികളെ പുറത്തിറങ്ങി വന്ന് അവർക്ക് സ്വീകരണം നൽകിയത് ഇതടക്കം, ഇതൊക്കെ ഏതെങ്കിലും പ്രത്യേക ലൈനുകൾ ചെയ്യുന്നു. അതിനപ്പുറത്തേക്ക് ഒരു മിഡിൽ ലൈനിലാണ് മോദിയും ഷായും പോകുന്നത് BJP. അതിൽ നമുക്ക് വിശ്വസിക്കാം. അങ്ങനെ അത്ര സൂക്ഷ്മമായി വകതിരിച്ച് കാണാനാകുമോ ശ്രീ ബാസുരേന്ദ്ര ബാബു? ഇതിനകത്ത് ഇപ്പം രാഹുൽ ഈശ്വർ പറയുന്നത് BJP എല്ലാവരെയും ആൾ ഇൻക്ലൂസീവ് എന്ന് പറയുന്ന സ്റ്റേച്ചറിലേക്ക് വരുന്നുണ്ട്. RSSും അങ്ങനെ വരുന്നുണ്ട്. അതുകൊണ്ട് അവരെ പഴയതുമാതിരിയല്ല ട്രീറ്റ് ചെയ്യേണ്ടത്. അവരുടെ മാറ്റത്തിൻ്റെ സ്വരം കൂടി എല്ലാവരും കേൾക്കാൻ തയ്യാറാകണം. അതങ്ങനെയാണെങ്കിൽ കുഴപ്പമില്ലാത്തൊരു കാര്യമാണ്. ഇപ്പം അങ്ങനെ ഒരാൾ മാറി വരുന്നു എന്നതല്ല. ഞാൻ ആദ്യം സൂചിപ്പിച്ചല്ലോ, വാജ്പേയി തെരഞ്ഞെടുപ്പിൽ ജയിച്ചു കഴിഞ്ഞാൽ പൂർണ്ണമായും ഭരണഘടനയെ ആശ്രയിക്കും ഞങ്ങൾ എന്ന് പറയുന്നത് ഒരു വാക്കാണ്. ആ വാക്കിനനുസരിച്ചുള്ള പ്രവൃത്തി ഉണ്ടാകും. അപ്പോൾ സൈദ്ധാന്തികമായി മോദി എവിടെ നിൽക്കുന്നു, സൈദ്ധാന്തികമായി RSS എവിടെ നിൽക്കുന്നു? അവരുടെ ഏറ്റവും പുതിയ സംഭവം ഓർഗനൈസർ അല്ലെങ്കിൽ അതുപോലുള്ള പ്രസിദ്ധീകരണങ്ങൾ, അതിലൊക്കെ എടുത്തിരിക്കുന്നത് പഴയ നിലപാട് തന്നെയാണ്. ഈ രാഹുൽ ഈശ്വർ പറയുന്നത് കുഴപ്പങ്ങളുണ്ടാക്കുന്നത് ഫ്രിഞ്ച് എലമെന്റ്സ് എന്നാണ്. അരികുപറ്റി പ്രവർത്തിക്കുന്ന ചില ചെറു ഗ്രൂപ്പുകൾ മാത്രം. അങ്ങനെയൊന്നുമല്ല അജിംഷാദെ. വാസ്തവത്തിൽ ഇപ്പം യോഗി ആദിത്യനാഥിൻ്റെ പ്രാദേശിക സൈന്യമാണ് അവിടെയുള്ള ഹിന്ദു സംഘടനകൾ. അവരുടെ ആളികൂളി സംഘങ്ങളാണത്. അവരെന്തും ചെയ്യും, എവിടെയും ഇടിച്ചു കയറും, ആരെയും കൊല്ലും. അങ്ങനെ ചെയ്യുന്നതിന് യോഗി ആദിത്യനാഥിന് വിരോധമില്ല. കാരണം അദ്ദേഹത്തിൻ്റെ അപ്രമാദിത്വം നിലനിൽക്കുന്നത് അങ്ങനെയാണ്. ആ നിലയ്ക്ക് അത്തരം ഒരു രീതിയാണ് ഇവർ സ്വീകരിച്ചിട്ടുള്ളത്. അതുകൊണ്ടാണ് സാർവദേശീയ രംഗത്ത് ഇന്ത്യൻ ജനാധിപത്യത്തിൻ്റെ വില അങ്ങേയറ്റം ഇടിഞ്ഞിട്ടുണ്ട്. 150ാം സ്ഥാനവും കണ്ടാണ് ഇന്ത്യൻ ജനാധിപത്യത്തിന് ഇപ്പോൾ ലോക റാങ്കിങ്ങിൽ. അത് നമ്മുടെ ഈ രാഹുൽ ഈശ്വർ അറിഞ്ഞില്ല എന്ന് തോന്നുന്നു. അപ്പം ഇങ്ങനെ എല്ലാ രംഗങ്ങളിലും എല്ലാ മാനങ്ങളും മാനദണ്ഡങ്ങളും പാലിച്ചാൽ ഇന്ത്യയുടെ ജനാധിപത്യം, അതുപോലെ തന്നെ ഇന്ത്യൻ മാധ്യമങ്ങളുടെ നിലപാട്, ഇതൊക്കെ അമ്പേ തകർന്നുപോയ ഏകദേശം ഏകാധിപത്യത്തിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു ഭരണ സംവിധാനമാണ് ഇന്ത്യയിലുള്ളത്. ആ ഭരണ സംവിധാനം പലതരം കപടവേലകളാൽ അവർക്ക് തെരഞ്ഞെടുപ്പ് വരുമ്പോൾ മാത്രം മതി വോട്ട് ചെയ്യാനുള്ള ആളുകൾ. ഒരു പള്ളിയിൽ കയറും, അതിനുശേഷം ഇതേ പള്ളികളെ കത്തിക്കാനും അവർ കയറും. യാതൊരു ബുദ്ധിമുട്ടും അവർക്കില്ല. ഇതൊരു രീതിയാണ്. അവരെ സംബന്ധിച്ചിടത്തോളം ഈ